गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरः गुरुः साक्षात् परं ब्रह्म तस्मै श्री गुरवे शिवलिङ्गमार्यं सततं प्रपद्ये शिवलिङ्गमार्यं सततं प्रपद्ये शिवाय गुरोरद्य शिवलिङ्गाय मध्यमा श्रीबोधानन्दपर्यन्तं वन्दे गुरुपरम्परां वन्दे गुरुपरम्परां। भगवान ശ്രീനാരായണ പരമഹംസ മഹാപ്രഭുവിൻ്റെ പദാരവിന്ദങ്ങളിൽ ശതകോടി പ്രണാമം അർപ്പിക്കുന്നു. ഗുരുവിൻ്റെ പ്രഥമ ശിഷ്യനും പരമാത്മസ്വരൂപനുമായ ശ്രീരംഗദാസ സ്വാമികളുടെ സമാധി പീഠത്തെ വന്ദിക്കുന്നു. ഗുരുപരമ്പരയുടെ പാദം പതിഞ്ഞ ഈ പുണ്യമായ മണ്ണിനെ തൊട്ട് വന്ദിക്കുന്നു. ഇവിടുത്തെ ദേവതാ സങ്കല്പത്തെ വന്ദിക്കുന്നു. ഈ പുണ്യമായ സദസ്സിന് വേദിയൊരുക്കിയ ഇതിൻ്റെ സംഘാടക സാരഥ്യങ്ങൾക്ക് ഏവർക്കും നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഞാനിൻ്റെ വേദിയിലിരിക്കുന്നതിന് ഒരു നിമിത്തമായ പ്രിയപ്പെട്ട മോഹനൻ ചേച്ചി, അവർക്കും എൻ്റെ നമസ്കാരം അറിയിക്കുന്നു. അതുപോലെ ഈ പുണ്യമായ സദസ്സിൽ ഉപവിഷ്ടരായിരിക്കുന്ന ഭക്തജനങ്ങൾക്ക് ഏവർക്കും ഈ ഉള്ളവരുടെ വിനീതമായ പ്രണാമം. നമ്മളിന്നിരിക്കുന്നത് പുണ്യമായ ഒരു നിമിഷത്തിലും അന്തരീക്ഷത്തിലുമാണ്. നമുക്ക് ഏവർക്കും അനുഗ്രഹം ചൊരിഞ്ഞുകൊണ്ട് ഇന്ന് ശിവഗിരി മഠാധിപതി ശ്രീ സച്ചിദാനന്ദ സ്വാമികൾ നമുക്ക് അനുഗ്രഹ വർഷം ചൊരിഞ്ഞുകൊണ്ട് ഇവിടെ സന്നിഹിതനായി നമ്മളോട് സംസാരിക്കുകയുണ്ടായി. അതെല്ലാം തന്നെ പുണ്യമായ നിമിത്തങ്ങളാണ്. നമ്മളൊരു ഋഷികടം വീട്ടുകയാണ്. മനുഷ്യ ജീവിതത്തിൽ 5 കടങ്ങളുള്ളതിലൊന്നാണ്, ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ബ്രഹ്മകടം. ബ്രഹ്മകടം പഞ്ചമഹായജ്ഞങ്ങളിൽ ആദ്യത്തെ, അത് നമ്മളിവിടെ വീട്ടുകയാണ്. നമ്മളുടെ പൂർവികരായി ഇവിടെ ജീവിച്ചു വന്ന മഹത്തുക്കള് അവരുടെ ഗുരുഭക്തിയിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്നതാണ് ഈ പുണ്യമായ സംഗീതം. ആ നമ്മളുടെ ഗുരുകാരണവന്മാരെ പാദവന്ദനം നടത്തുന്നു. മഹാഗുരു ശ്രീനാരായണ ഗുരുദേവന്റെ പാദം പതിഞ്ഞ ഈ പുണ്യമായ നൂറ്റാണ്ടിനോടടുത്ത് ജീവിക്കാനും ഗുരുവിനെയും ഗുരുവിൻ്റെ ശിഷ്യ പരമ്പരയെയും അറിഞ്ഞ് ജീവിക്കാനും ഒക്കെ ആയത് നാം ഓരോരുത്തരുടെയും പുണ്യം സുഹൃതം തന്നെയാണ്. കാരണം ഈ ലോകത്തിന് മാതൃകയാണ് ഗുരുവും ഗുരുവിൻ്റെ ശിഷ്യ പരമ്പരയും എല്ലാം തന്നെ. അവർ ഈ ലോകത്തേക്ക് വന്നത് ഈ ലോകത്തോടുള്ള അപാരമായ കരുണ കൊണ്ടാണ്. അവർക്ക് ഈ ലോകത്ത് നിന്നൊന്നുമേ നേടാനില്ല. അഹേതുക കൃപാസിന്ധുക്കളായ മഹാഗുരുക്കന്മാർ ഈ ലോകത്തേക്ക് അവതരിച്ചത് ഈ മണ്ണിൻ്റെ കണ്ണീരൊപ്പാനായിട്ടാണ്. അങ്ങനെ മരുത്വാമലയിൽ നിന്നും മഹാതപസ്സിന് ശേഷം ആ ആത്മദർശനത്തിൽ നിന്നും ശ്രീനാരായണ ഗുരുദേവ സ്വാമി ഉത്പാദങ്ങൾ ഇറങ്ങി വന്നത്
വിശ്വദർശനത്തിലേക്കായിരുന്നു, അരുവിപ്പുറത്തേക്കായിരുന്നു. അരുവിപ്പുറം എന്ന പുണ്യസങ്കേതമാണല്ലോ ശിവലിംഗദാസ സ്വാമികളുടെ ജന്മം കൊണ്ട് പവിത്രമായ സ്ഥലം. എന്തുകൊണ്ടും ശിവനുമായി ബന്ധപ്പെട്ട സ്ഥലം. ഒരു മഹാശിവരാത്രി നാളിലാണ് ശിവലിംഗ പ്രതിഷ്ഠ നടത്തുന്നത്. ഗുരുവിൻ്റെ ആദ്യത്തെ ശിഷ്യന്റെ പേര് ശിവലിംഗദാസ സ്വാമികളാണ്. അപ്പോൾ കണ്ടുമുട്ടിയതും അരുവിപ്പുറം. അപ്പോൾ നമ്മളുടെ പ്രഭാഷണം നമുക്ക് അരുവിപ്പുറത്തു നിന്ന് തന്നെ തുടങ്ങുന്നു. മരുത്തുവമലയിൽ നിന്നും അരുവിപ്പുറത്തേക്ക് അവതരിച്ച ശ്രീനാരായണ ഗുരുദേവൻ കൂടുതൽ സമയം ചിലവഴിച്ചത് പുലിപ്പാറ ഗുഹയിലായിരുന്നു. ഗുഹയെ അടുത്ത് തപസ് ചെയ്യുന്നുണ്ടായിരുന്നു ഗുരു. നമുക്ക് രാവിലെ സച്ചിദാനന്ദ സ്വാമികൾ പറഞ്ഞു തന്നു അത്. അപ്പോൾ ആ പുലികളും പാമ്പുകളും ഒക്കെ ധാരാളമുള്ള ആ പുലിപ്പാറ ഗുഹയിലെ വെള്ള വസ്ത്രം ധരിച്ച് ഒരു സ്വാമികളെ കാണുകയാണ് ശിവലിംഗദാസ സ്വാമികൾ. നെയ്യാറ്റിൻകരയിലേക്കുള്ള യാത്രക്കിടയിലാണ് സ്വാമികളെ കാണുന്നത്. ദൂരെ നിന്ന് ആ ഗുരുസ്വരൂപത്തെ, ദിവ്യസ്വരൂപത്തെ, ആ ദൃഷ്ടി ശിവലിംഗദാസ സ്വാമികളിൽ പതിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഒരു നോട്ടം കൊണ്ട് ആ ദിവ്യരൂപം ശിവലിംഗദാസ സ്വാമികളുടെ ഉള്ളിൽ പതിയുകയും യാത്രയ്ക്കായി പോകുന്നതിനിടയിൽ പ്രാർത്ഥിക്കുകയാണ്, തിരിച്ചു വരുമ്പോഴും ആ രൂപം അവിടെ തന്നെ ഉണ്ടാകണേ എന്ന്. അതുപോലെ യാത്ര കഴിഞ്ഞ് കടലിലേക്ക് പോകുന്നതിന് വേണ്ടി ആ വഴിയാണ് പോകുന്നത്. ആ പുലിപ്പാറ ഗുഹയുടെ അടുത്തുള്ള വഴിയിലാണ് കൂടിയാണ് നെയ്യാറ്റിൻകര പോകുന്നത്. അപ്പോൾ തിരിച്ചു വരുമ്പോഴും ആ രൂപം തന്നെ കാണുകയാണ്. പിന്നെ പലപ്പോഴായി ആ പുലിപ്പാറ ഗുഹയ്ക്ക് അരികിലെ ഈ ദിവ്യ സ്വരൂപത്തെ കാണുകയാണ്. അതായത് ഗുരുവിൻ്റെ നോട്ടം ആ ശിഷ്യനിലേക്ക് പതിച്ചിരിക്കുന്നു. പിന്നെ അവിടെ ഒരു സന്ദർഭമുള്ളത്, നമ്മൾ ആത്മീയതയിലേക്ക് അടുക്കണമെങ്കിൽ നമുക്ക് ഈ ലോകത്തോടൊരു വിരക്തി വരണമല്ലോ. ശിവലിംഗദാസ സ്വാമികൾ 12 വയസ്സ് ഏകദേശം പ്രായമുള്ള സമയത്ത് അത്തരത്തിൽ ഒരു മാനസികമായ വിഷമം അനുഭവിക്കുന്ന ഘട്ടം കൂടിയായിരുന്നു. കാരണം താൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിരുന്ന തൻ്റെ അമ്മ, വളരെ സഹനവും ക്ഷമയും ഒക്കെയുള്ള, ഈ ലോകത്തൊരു സ്ത്രീക്ക് മാതൃകയായി ആരെ കാട്ടിക്കൊടുക്കാമോ അത് തൻ്റെ അമ്മയാണെന്ന് പറയുമായിരുന്നു. അങ്ങനെ അമ്മ വളർത്തിയെടുത്ത കുഞ്ഞ് ഭക്തിയോടെ, ശ്രദ്ധയോടെ ആചാരാനുഷ്ഠാനങ്ങളെല്ലാം അനുഷ്ഠിച്ചുകൊണ്ട് വളരെ ചെറിയ പ്രായത്തിലെ തന്നെ ആധ്യാത്മികതയിലേക്ക് കാലെടുത്ത് കുത്തിവെച്ച് മനസ്സ് വച്ച് ജീവിക്കാൻ പ്രേരിപ്പിച്ച തൻ്റെ അമ്മയുടെ മരണം വളരെയധികം മനസ്സിനെ ഉലച്ചിരുന്നു. അച്ഛൻ്റെ 2ാം വിവാഹം. അപ്പോൾ വീട്ടിലെ കാര്യങ്ങളെല്ലാം കൂടുതലായി വീട്ടുജോലികളും പശുവിനെ കറങ്ങലും പശുവിൻ്റെ തൊഴുത്ത് കഴുകലും ചാണകം വാരലും ഇങ്ങനെയൊക്കെയായിട്ട് നിരവധിയായ ജോലികൾ ആ കുഞ്ഞിന് പ്രായത്തിൽ കവിഞ്ഞ ജോലികൾ, ഉത്തരവാദിത്തങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ എന്തുകൊണ്ടോ വീടിനോടൊരു വല്ലാത്ത വിരക്തി തോന്നിയിരുന്ന സമയത്താണ് തൻ്റെ ആ ഗുരുവിനെ കാണുന്നത്. പിന്നീട് ഗുരുവിന് കൈ ചൂണ്ടി വിളിക്കുന്നുണ്ട്. ആ വിളി ഈ ഭൗതിക ജീവിതത്തിൽ നിന്നും ആത്മീയതയിലേക്കുള്ള വിളിയായിരുന്നു. അപൂർവം ജന്മങ്ങൾക്ക് മാത്രം ലഭിക്കുന്നതാണ് ആ വിളി. നേരെ നെയ്യാർ കടന്ന് നേരെ ഓടിയെത്തുവാണ് ഗുരുവിൻ്റെ അടുത്തേക്ക്. അപ്പോൾ ചോദിക്കുന്നുണ്ട്, ഭക്ഷിക്കാൻ എന്തെങ്കിലും കിട്ടുമോ? അപ്പോൾ കരിക്ക് കൊണ്ടുവരാം സ്വാമി എന്ന് പറയുമ്പോൾ പറയാണ്, മരക്കിഴങ്ങ് കിട്ടുമോ? കാരണം ഗുരുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ആഹാരമാണ് മരക്കിഴങ്ങ്. അതായത് കിഴങ്ങിൽ നിന്ന് വംശവർദ്ധനമില്ലാത്ത ഒരേ ഒരു കിഴങ്ങ് വർഗം മരച്ചീനിയാണ്. അത് കുഴിച്ചിട്ടാൽ പിന്നെ സസ്യം ഉണ്ടാവില്ല. ബാക്കി എല്ലാ കിഴങ്ങ് വർഗങ്ങളിൽ നിന്നും അത് ഫലം ഉണ്ടായി വരുന്നത് കൊണ്ട് തികച്ചും അഹിംസാത്മകമായ ഒരു ആഹാരം കപ്പയായിരുന്നതുകൊണ്ട് നമ്മൾ കപ്പ എന്ന് പറയും. ഒരു മരക്കിഴങ്ങ് കിട്ടുമോ എന്നാണ് ചോദിച്ചത്. ഒരൊറ്റ ഓട്ടാണ് വീട്ടിലേക്ക്, ആരും കാണാതെ ഒരു മൂട് കപ്പ പറിച്ച് അത് തൊലി കളഞ്ഞ് ചുട്ട് ഒരു ഇലയിൽ പൊതിഞ്ഞ് ഓടിയെത്തുകയാണ് മരായ മുറ്റത്തെ കൊച്ചു തമ്പുരാൻ. മാർത്താണ്ഡപ്പിള്ളയുടെയും ഉമ്മിണിയമ്മയുടെയും പുത്രനായ ആ കൊച്ചപ്പിള്ള ഓടി തന്നെ ഗുരുവിന് ആ ഭിക്ഷ സമർപ്പിക്കുകയാണ്, ആ നിവേദ്യം സമർപ്പിക്കുകയാണ്. അപ്പോൾ അതിൽ നിന്ന് ഒരംശം പൊതിച്ച് തൻ്റെ ശിഷ്യനിലേക്ക് കൊടുത്തു. ദൃഷ്ടിദീക്ഷയും സ്പർശദീക്ഷയും സങ്കല്പദീക്ഷയും കിട്ടിക്കഴിഞ്ഞു. അങ്ങനെ ഓം ഭിക്ഷാന്ന വിപത്രേ നമഃ.
ആ ഭിക്ഷയിൽ നിന്ന് കിട്ടിയ അന്നത്തിൽ നിന്ന് വിഭജിച്ച് തൻ്റെ ശിഷ്യന് കൊടുക്കുകയാണ്. അങ്ങനെ പ്രബോധിതനാകുകയാണ്. അതായത് ആ കാലഘട്ടത്തിൽ ജാതിമത ഭേദചിന്തകൾ കൊണ്ട് വല്ലാതെ കലുഷിതമായിരുന്ന സാമൂഹിക സാഹചര്യങ്ങളിൽ അധമ കുലത്തിൽ ജനിച്ച ഒരു സ്വാമിയെ തൊട്ട് ഭക്ഷിച്ചതുകൊണ്ട് ആ കുലത്തിൽ നിന്ന് വരെ പുറത്താക്കുന്ന രീതിയിൽ ഒത്തിരി വിഷമങ്ങൾ ശിവലിംഗദാസ സ്വാമികൾ അനുഭവിക്കേണ്ടി വന്നു. അപ്പോഴും ഓടി തൻ്റെ ഗുരുസന്നിധിയിലേക്ക് വന്നു. പിന്നീട് ആ ഗുരുവിലേക്ക് പൂർണ്ണമായി സമർപ്പിതനാകുകയാണ്. അവിടെ തുടങ്ങുകയാണ് ഗുരുവിൻ്റെ കൊച്ചപ്പിള്ളയുടെ ആത്മീയ യാത്ര. തിരിച്ച് അരുവിപ്പുറത്തേക്ക് പോവുകയാണ്. നമ്മൾ അറിയേണ്ടത് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്തെന്ന് ചോദിച്ചാൽ ഉണ്ടും ഉറങ്ങിയും ഒരുപടി ചാരമായി മാറാനുള്ളതല്ല. മനുഷ്യ ജീവിതത്തിൻ്റെ ലക്ഷ്യം താൻ ആരാണെന്നറിഞ്ഞ് തൻ്റെ സ്വരൂപം എന്തെന്നറിഞ്ഞ് താൻ എവിടെ നിന്നാണ് വന്നത് എന്ന് മനസ്സിലാക്കി ആ സ്വരൂപത്തെ അറിഞ്ഞ് അതിലേക്ക് മടങ്ങുക എന്നുള്ളതാണ് മനുഷ്യ ജീവിതത്തിൻ്റെ ലക്ഷ്യം. നമ്മളൊക്കെ വഴിയറിയാതെ യാത്ര ചെയ്യുന്ന യാത്രക്കാർ തന്നെയാണ്. അതായത് ഗുരുവിൻ്റെ കർമ്മകാണ്ഡം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും, ഗുരുവിൻ്റെ സവിധത്തിലേക്ക് ആരൊക്കെ വന്നണയുന്നുവോ അവരെയൊക്കെ എങ്ങനെ പരിപക്വപ്പെടുത്തണമെന്ന് ശ്രീനാരായണ ഗുരുദേവ സ്വാമി തൃപ്പാദകൾക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു, നിശ്ചയമുണ്ടായിരുന്നു. ശിവലിംഗദാസ സ്വാമികളെയും അതുപോലെ തന്നെ സഹോദരനയ്യപ്പനെയാണെങ്കിലും കുമാരനാശാനാണെങ്കിലും നടരാജഗുരുവാണെങ്കിലും ഭൈരവൻ ശാന്തിയാണെങ്കിലും ശങ്കരൻ പരദേശി സ്വാമികളാണെങ്കിലും ആരാരൊക്കെ ആ സന്നിധിയിലേക്ക് വന്നിട്ടുണ്ടോ അവരെയൊക്കെ എങ്ങനെയാണ് പരിപക്വപ്പെടുത്തി എടുക്കേണ്ടത് എന്ന് ശ്രീനാരായണ ഗുരുദേവ സ്വാമി തൃപ്പാദങ്ങൾക്ക് നല്ല നിശ്ചയമുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ സ്വാമിയുടെ ഒരു പരബ്രഹ്മ സ്വരൂപന്റെ ശിഷ്യനായി തീരുവാൻ അവസരം ലഭിച്ച പുണ്യാത്മാവാണ് ശിവലിംഗദാസ സ്വാമികൾ. അതായത് ഒരു ജീവൻ ഒരു ഈശ്വര സന്നിധിയിലേക്ക് അണയണമെങ്കിൽ ഒരു മുജ്ജന്മ സുഹൃതം വേണം. ആ സുഹൃതം ആയിട്ടാണ് ജനിക്കുന്നതെങ്കിൽ നിയതി തന്നെ ഈ പ്രകൃതി തന്നെ ആ ഗുരുസ്വരൂപത്തിലേക്ക് അടുപ്പിക്കുക തന്നെ ചെയ്യും. അങ്ങനെ അടുപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മളിവിടെ കണ്ടത്. അതായത് ഒരു സാമൂഹിക പരിഷ്കർത്താവ് ആയ കുമാരനാശാനാണെങ്കിലും അല്ലെങ്കിൽ സാമൂഹിക പരിഷ്കർത്താവും കവിയും ഋഷിയും ഒക്കെയായ കുമാരനാശാനാണെങ്കിലും അതുപോലെ തന്നെ വിപ്ലവകാരി എന്ന് വിശേഷിപ്പിക്കപ്പെട്ട സഹോദരനയ്യപ്പനാണെങ്കിലും ശിവലിംഗദാസ സ്വാമികൾ എന്ന സന്യാസി ശ്രേഷ്ഠനാണെങ്കിലും അതുപോലെ തന്നെ നിരവധിയായ ഗുരുവിൻ്റെ ശിഷ്യഗണങ്ങളിൽപ്പെട്ടവരെല്ലാവരെയും ഗുരു പരിപക്വപ്പെടുത്തി എടുത്തു എന്ന് നമ്മൾ പറഞ്ഞു. അത് കഴിഞ്ഞ് എല്ലാവരെയും ഗുരു അവരവരുടെ തലത്തിൽ നിന്ന് അവരവരുടെ വാസനയും കർമ്മവും അനുസരിച്ച് തന്നെയാണ് ഗുരു അവരെയൊക്കെ നയിച്ചിരുന്നത് എന്ന് നമുക്ക് കാണാം. അപ്പോൾ ഒരു പുണ്യം കൊണ്ട് മാത്രമാണ് ഒരു ഗുരുസവിധത്തിലേക്ക് എത്തുവാനായിട്ട് ഒരു ശിഷ്യന് സാധിക്കുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് ദുർലഭം ത്രയമേവേത് ദൈവാനുഗ്രഹ ഹേതുകം മനുഷ്യത്വം മുമുക്ഷത്വം മഹാപുരുഷ സംശ്രയത. 3 കാര്യങ്ങൾ നമുക്ക് ഈ ലോകത്ത് കിട്ടണമെങ്കിൽ ദൈവാനുഗ്രഹം കൊണ്ടേ പറ്റുള്ളൂ. അതൊന്ന് മനുഷ്യത്വമാണ്. നമ്മളൊക്കെ മനുഷ്യനാണെന്ന് നമുക്ക് പറയാൻ പറ്റും. രൂപം കൊണ്ട് മനുഷ്യനാണെങ്കിലും മനുഷ്യത്വത്തെക്കാൾ കൂടുതൽ മൃഗത്വമാണ് നമ്മുടെ ഉള്ളിലുള്ളത്. അപ്പോൾ ആദ്യം നമ്മുടെ മൃഗീയതയെ കളഞ്ഞൊരു മനുഷ്യനാവുക. അതിനുശേഷം ആ മനുഷ്യൻ തിരിച്ചറിയുക, ഞാൻ ഈശ്വരാംശമാണ്, എൻ്റെ ഉള്ളിലുള്ള ആത്മസ്വരൂപം ഈശ്വരാംശമാണെന്ന് തിരിച്ചറിയുക. പിന്നീട് ഞാൻ ആ പരബ്രഹ്മ സ്വരൂപത്തിൻ്റെ അംശമായ ജീവനാണെന്ന് തിരിച്ചറിയുക. ഇത്രയും ലക്ഷ്യത്തിലേക്ക് നമ്മൾ എത്തേണ്ടതുണ്ട്. നമ്മളിപ്പോഴും ആ മൃഗത്വത്തിൽ നിന്ന് ഒരണു പോലും ഉയർന്നിട്ടില്ല. അപ്പോൾ 3 കാര്യങ്ങൾ. ഒന്ന് മനുഷ്യനാകുക, മനുഷ്യത്വമുള്ള മനുഷ്യനാകുക. നട്ടല് നിവർത്തി എന്ന് പറയുന്നത് ഞാനൊരു മനുഷ്യനാണെന്ന്, മനുഷ്യത്വമുള്ള മനുഷ്യനാണെന്ന്. പിന്നെ മോക്ഷത്വം. എനിക്ക് ഈ ലോകത്ത് എത്ര കാലങ്ങൾ, എത്ര ജന്മങ്ങളായി നമ്മളിങ്ങനെ മനുഷ്യജന്മത്തിലും മറ്റ് ജന്മങ്ങളിലുമായിട്ട് അറിയാൻ തുടങ്ങിയിട്ട് തിരക്കായിട്ട് ഓടുമ്പോൾ ഏതെങ്കിലും ഒരു നിമിഷം ഇരുന്ന് നമ്മൾ ചിന്തിക്കാറുണ്ടോ, ഞാൻ എന്തിനായി ഭൂമിയിലേക്ക് വന്നത്? കുട്ടികളെ വളർത്താനാണോ?
അല്ലെങ്കിൽ മക്കളുടെ ജീവിതം സുസ്ഥിരമാക്കാനാണോ, അല്ലെങ്കിൽ സാമൂഹ്യ സേവനത്തിനാണോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണത്തിനാണോ എന്ന് നമ്മൾ ചിന്തിക്കണ്ടേ? എന്തിൻ്റെ അവസാനമാണെങ്കിലും അവസാനം ഈ ശരീരം ചലിച്ച് പരിണമിക്കുക തന്നെ ചെയ്യും, സംശയമൊന്നുമില്ല. അപ്പോൾ ഈ ഒരു ലക്ഷ്യം അറിഞ്ഞ് ജീവിക്കുക എന്നുള്ളതാണ് മുമുക്ഷത്വം. ഈശ്വരനിലേക്ക് എത്തുവാനുള്ള ഒരു ആഗ്രഹം ഉണ്ടാവുക. നമ്മൾ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധയോടെ കേട്ടാൽ ഇവിടെ നിന്ന് കിട്ടുന്ന, ഇന്നത്തെ നിമിഷം നമുക്ക് കിട്ടുന്ന ഒരു വാക്കു മതി നമ്മുടെ ജീവിതത്തിന് വെളിച്ചമായി നമുക്ക് ജീവിതത്തിൽ രക്ഷപ്പെടാനായിട്ട്. ഇതൊന്നും നമ്മുടെ വാക്കുകളേ അല്ല, മഹാഗുരുക്കന്മാർ തലമുറയായി നമുക്ക് പറഞ്ഞു തന്ന വാക്കുകളാണ്. അടുത്തത് പറയണം മഹാപുരുഷ സംശ്രയം. അതായത് ശിവലിംഗദാസ സ്വാമികൾ ശ്രീനാരായണ ഗുരുദേവൻ എന്ന മഹാപുരുഷ സംശ്രയം നേടിയിരിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ 3 കാര്യങ്ങളും നേടിയിരിക്കുന്നു ശിവലിംഗദാസ സ്വാമികൾ എന്ന ദിവ്യ പുരുഷൻ. അതായത് ഈ ലോകത്ത് ജീവിക്കും എപ്പോഴെങ്കിലും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, വെറുതെ ചിന്തിച്ചാൽ മതി. ഈശ്വരൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ വന്നിരിക്കുമ്പോൾ ആലോചിക്കുക, എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണ്? ഈ ലോക ജീവിതത്തിൽ ദുഃഖത്തേക്കാൾ കൂടുതൽ സുഖത്തേക്കാൾ കൂടുതൽ ദുഃഖമല്ലേ ഉള്ളത്? എന്തൊക്കെ നമ്മൾ ചെയ്താലും നമുക്ക് സംതൃപ്തി കിട്ടുന്നുണ്ടോ? ഇതല്ല ഞാൻ ആഗ്രഹിച്ച സുഖം, ഇതല്ല ഞാൻ ആഗ്രഹിച്ച സുഖം. കിട്ടുന്ന സുഖത്തിൽ തൃപ്തിപ്പെടാതെ സർവ സൗകര്യങ്ങളോടുകൂടി ജീവിക്കുമ്പോഴും സുഖമാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെ പോകുന്നു. അതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? നമ്മൾ ആഗ്രഹിക്കുന്ന സുഖം ആത്മീയ സുഖമാണ്, അത് ഭൗതികത്തിൽ കിട്ടുമെന്ന് കരുതി നമ്മൾ ജീവിക്കുമ്പോൾ അത് കിട്ടുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പോകുന്നു എന്ന് പറയുന്നത്. അപ്പോൾ മഹാഗുരുക്കന്മാർ ചിന്തിച്ചു, ഈ ലോക ജീവിതത്തിൻ്റെ രഹസ്യം എന്താണ്, മനുഷ്യ ജീവിതത്തിൻ്റെ രഹസ്യമാണ് എന്താണെന്ന് ചിന്തിച്ച് തൻ്റെ ഇന്ദ്രിയങ്ങളെ ഉൾവലിച്ചുകൊണ്ട് കണ്ടെത്തിയ സത്യമാണ് ഉപനിഷത്തുകൾ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. അപ്പോൾ പുറത്ത് തിരിഞ്ഞാൽ ജീവിത സത്യം ലഭിക്കുകയില്ലെന്നും അത് ഉള്ളിലേക്ക് തിരിഞ്ഞ് അന്വേഷിക്കണമെന്നും മഹാപുരുഷന്മാർ മനസ്സിലാക്കിയതിൻ്റെ ഉണർത്തുപാട്ടുകളാണ് ഉപനിഷത്തുകൾ. അത് ഉപനിഷത്തിൽ ചൊല്ലുണ്ട്, പരാഞ്ചി ഖാനി വേദന സ്വയം ഭൂ തസ്മാ പരാപശ്യതി നാന്തരാത്മൻ കശ്ചിത് ധീരഃ പ്രത്യഗാത്മാനമൈശ്ച ആവൃത്ത ചക്ഷുഃ അമൃതത്വമൈശ്ച. ഉപനിഷത്ത് മന്ത്രമാണ്. അതായത് സ്വയംഭൂവായ ഭഗവാൻ നമ്മുടെ 5 ഇന്ദ്രിയങ്ങളെ, കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക്, ചെവി, ഇതിനെ പുറത്തേക്കാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ പരാപശ്യതി, പുറത്ത് നോക്കി ജീവിക്കുന്നു, നല്ല കാഴ്ചകൾ എടുക്കുന്നു, എന്തൊരു രസം, കണ്ണിൻ്റെ കാഴ്ചശക്തി പോയാൽ കഴിഞ്ഞു. നല്ല ശബ്ദങ്ങൾ ശ്രമിക്കുന്നു, എന്തൊരു രസം, പക്ഷേ കേൾവി ശക്തി പോയാൽ കഴിഞ്ഞു. കേൾക്കുന്ന ശബ്ദം പിന്നെ കേട്ടാൽ അരോചകം. അങ്ങനെ നല്ല രസങ്ങൾ രുചിച്ചു, കിട്ടിയ രസം പിന്നെ കിട്ടിയാൽ ബോറും, അല്ലേ? അപ്പോൾ പുറത്തേക്ക് നോക്കി ഭൗതിക രസങ്ങളെ ആസ്വദിച്ച് കഴിയുന്ന ഇന്ദ്രിയങ്ങൾ അകത്ത് നോക്കാനാണ് നമുക്ക് വെച്ച് തന്നത് എന്ന് നമുക്കാരും പറഞ്ഞു തന്നില്ല. അതുകൊണ്ട് നമ്മൾ പുറത്ത് നോക്കി ജീവിച്ചു, പക്ഷെ സുഖമൊട്ട് കിട്ടിയുമില്ല. അവസാനം ഈ ശരീരമെന്ന് നിരാശയോടുകൂടി കെട്ടടങ്ങി പോവുകയും ചെയ്യുന്നു. അപ്പോൾ കശ്ചിത് ധീരാഹ, നോക്കൂ, ദിവ്യശ്രീ ശിവലിംഗദാസ സ്വാമികളെ പോലെ ഉള്ള മഹാഗുരുക്കന്മാർ ആവൃത്ത ചക്ഷുഃ, ഇന്ദ്രിയങ്ങളെ അകമുഖമാക്കിക്കൊണ്ട് പ്രത്യഗാത്മാനമൈശ്ച, ആത്മാവിനെ ആഗ്രഹിച്ചു, തൻ്റെ സ്വരൂപത്തെ അറിയാൻ ആഗ്രഹിച്ചു. എന്നിട്ടോ എന്ത് ചെയ്തു? അമൃതത്വമൈശ്ച, ഒരിക്കലും തിരിച്ചു വരവില്ലേ, പൊക്കുവരവറ്റ പരമ്പൊരുളായി പരമാത്മ സ്വരൂപത്തിൽ ലയിച്ചിരിക്കുന്ന ദിവ്യശ്രീ ശിവലിംഗദാസ സ്വാമികളെ പോലെയുള്ള മഹാഗുരുക്കന്മാർ ആത്മസാക്ഷാത്കാരം നടത്തിയവരാണ്. അതാണ് നമ്മൾ അറിയേണ്ടത്. അപ്പോൾ നമ്മൾ അറിയണം, ഈ പുറത്തേക്ക് നോക്കിയപ്പോൾ നമ്മുടെ അമ്മമാര് നല്ല പ്രാർത്ഥന ഗ്രൂപ്പുണ്ടാക്കി നല്ല പ്രാർത്ഥനകൾ ചൊല്ലുന്നുണ്ടായിരുന്നു പറഞ്ഞപ്പോൾ, ഈ പ്രാർത്ഥനകൾ ഇനി കുറച്ചൊക്കെ ഈ ഉപാംശ ജപമാക്കുക, ചുണ്ടുകൊണ്ട് മന്ത്രിക്കുക, പിന്നെ അത് മാനസിക ജപമാകുക, പിന്നെ അവിടെ ചെന്നിരുന്നാൽ മനസ്സുകൊണ്ട് ദൈവത്തോട് സംവദിക്കുക, പിന്നെ ആ മനസ്സും ദൈവത്തിന് സമർപ്പിക്കുക. ഇവിടെ വരുമ്പോഴാണ് നമുക്ക് നമ്മുടെ ആത്മാവിനെ തെളിയിച്ചെടുക്കാൻ സാധിക്കുകയുള്ളൂ, അല്ലേ? ഈ പ്രാർത്ഥനകൾ കുറച്ചിനി അകമുഖമാകുക, നിശബ്ദമായി ശാന്തി പോലും ശാന്തമാകുന്ന ആ ഒരു അനുഭവത്തിൽ ആ മണ്ഡപത്തിൽ എങ്ങനെ ഇരിക്കുക. എത്ര സമയം ഇരുന്നാലും നമ്മൾ അറിയില്ല, അല്ലേ? ആ ആത്മാവിൻ്റെ ശാന്തിയെ നമുക്ക് അനുഭവിക്കേണ്ടതുണ്ട്. അടുത്തത് പറയുമ്പോൾ
ഗുരുവിൻ്റെ ശിഷ്യഗണങ്ങൾ എല്ലാം തന്നെ സമർപ്പിത ചിത്തരായിരുന്നു നമ്മൾ പറയും. ഏത് വിഭാഗത്തിൽപ്പെട്ട ആളുകൾ അവിടെ വന്നാലും ഇപ്പോൾ രമണ മഹർഷിയുടെ മുമ്പിൽ ചെന്ന ശ്രീനാരായണ ഗുരുദേവൻ ആ വാചകനിയമികളുടെ മുമ്പിൽ എത്തുമ്പോൾ ആ കണ്ണുകൾ 5 മുള്ളടക്കിയ ദേവിയായി തന്നെ വർദ്ധിക്കും. സഹോദരൻ അയ്യപ്പന്റെ മുന്നിലെത്തുമ്പോൾ മത്സ്യമാംസാദികൾ പോലും സഹോദരൻ അയ്യപ്പന് വേണ്ടി സജ്ജീകരിച്ചു കൊടുക്കുവാൻ ഗുരു ഏർപ്പാട് ചെയ്തിരുന്നു. കാരണം എല്ലാവരെയും ഗുരു ഉൾക്കൊണ്ടിരുന്നു, ഗുരുവിനെയും എല്ലാവരും ഉൾക്കൊണ്ടിരുന്നു. നമുക്കറിയാം, ആലുവയിൽ ഇപ്പോൾ ശ്രീനാരായണഗിരി എന്ന ആ വാത്മീകി കുന്ന് ഇന്ന് വലിയൊരു അധ്യാത്മ കേന്ദ്രമായി വളർന്നു വരികയാണ്. നമ്മുടെ സച്ചിദാനന്ദ സ്വാമികൾ അതിൻ്റെ ഉദ്ഘാടനമൊക്കെ നടത്തി വലിയൊരു ആശ്രമ സങ്കേതം ഉയരുമ്പോൾ അവിടെ ഒരു വേലും ഉണ്ടായിരുന്നു, ജയിൽപ്പുള്ളിയായിരുന്നു. ഒരു കൊലപാതക കുറ്റത്തിന് ജയിലടച്ച വേലു ശ്രീനാരായണ ഗുരുദേവന്റെ മുന്നിൽ എത്തുമ്പോൾ ആ ഉള്ളിലുള്ള കളങ്കങ്ങളെല്ലാം പോയി ആ കലുഷമായ മനസ്സിനെ ഈശ്വരതുല്യമാക്കി, ഒരു നോട്ടം കൊണ്ട് ഈശ്വരതുല്യമാക്കി മാറ്റി. ആ വേരുവാണ് 52 ഏക്കർ സ്ഥലം ഇന്ന് വാത്മീകി കുന്നായിട്ട് വർദ്ധിക്കുന്നുണ്ടെങ്കിൽ തൻ്റെ പരമഗുരുവിൻ്റെ പേരിൽ പ്രമാണം ചെയ്ത് സമർപ്പിക്കുകയുണ്ടായത്. അതുകൊണ്ട് തന്നെ ശിവരംഗദാസ സ്വാമികൾ പാടി വാദിനാം വാദിനേ വാജവ്യമാന മൗനപാദിനേ സർവലോകാനുരൂപായ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഇതുപോലെ മഹാഗുരുവിനെ തൊട്ടറിഞ്ഞ ഒരു സന്യസ്ത ശിഷ്യൻ ഈ ലോകത്തുണ്ടായിട്ടില്ല. ഇന്ന് ലോകം കൊട്ടിഘോഷിക്കുന്ന അങ്ങ് ഇറ്റലിയുടെ വത്തിക്കാനിലെ മതമഹാസമ്മേളനത്തിൽ വരെ എത്തിച്ചേർന്ന ഗുരുവിൻ്റെ ദർശനമെന്ന് ലോകം മുഴുവൻ കൊണ്ടാടുമ്പോൾ അരിമപ്പുറ പ്രതിഷ്ഠയെക്കുറിച്ച് ഈ ലോകത്തിന് ദൃക്സാക്ഷി വിവരണം കൊടുത്തത് ദിവ്യശ്രീ ശിവരംഗദാസ സ്വാമികളാണ്. ഓർക്കുമ്പോൾ ഇന്നൊരു മഹാമന്ത്രം പോലെ ഗുരുവിൻ്റെ ഗുരുഷക്കം പാടുന്നുണ്ടെങ്കിൽ ഗുരുവിനെ തൊട്ടറിഞ്ഞ് സ്പർശിച്ചറിഞ്ഞ് പരമാത്മ സ്വരൂപനായ ശിവരംഗദാസ സ്വാമികളുടെ ഈ മഹാസമാധി ദിനം ഇന്ന് ആചരിക്കാൻ തോന്നിയ ഇവിടെയുള്ള ക്ഷേത്ര സംഘത്തോടും സുഹൃത്തുക്കളോടും അളവറ്റ കാരുണ്യവും കരുണയും തോന്നുകയാണ്. കാരണം ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഒരു മഹാകടം വീട്ടുകയാണ്. ഈ കടം നമ്മളിവിടെ വീട്ടിയില്ലെങ്കിൽ ഒരുപക്ഷെ നമ്മൾ ഈ കടം വീട്ടാൻ ഈ ലോകത്തേക്ക് തിരിച്ചു വരേണ്ടി വരും. കാരണം സ്വാമികൾ ഈ മണ്ണിലേക്ക് കാലുകുത്തിയത് ഈ നാടിനെ നന്നാക്കാൻ വേണ്ടിയായിരുന്നു, അല്ലേ? എന്നിട്ട് നമ്മുടെ സ്വാമികളുടെ മഹാസമാധി ഉണ്ടായതും ഇവിടെയാണ് സ്വാമികൾ ഉറച്ചത്. ശിവലിംഗത്തെ പോലെ ഉറച്ചത് ഈ മണ്ണിലാണ്. ഇനി എങ്ങോട്ടുമില്ല, നമ്മെക്കൊണ്ട് ഇവർക്ക് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞു ഇവിടെ വളരണം. ഏറ്റവും വലിയ അധ്യാത്മ കേന്ദ്രമായിട്ട് തന്നെ ഇവിടെ വളരണം. ഇപ്പോൾ ഗുരുവിൻ്റെ ഗുരു പ്രതിഷ്ഠിച്ച ക്ഷേത്രങ്ങളും ശിവഗിരിയും ചെമ്പഴന്തിയും ഒക്കെ ഇന്ന് വലിയ കോലത്തുകളായൊക്കെ ഇന്ന് വലിയ വലിയ ക്ഷേത്ര സങ്കേതങ്ങളായി മാറുന്നുണ്ടെങ്കിൽ ഈ പ്രദേശവും ഇന്ന് ലോകത്തിൻ്റെ ഭൂപടത്തിൽ സ്ഥാനം പിടിക്കത്തക്ക രീതിയിൽ ഉയർന്നു വലുതാകണം. കാരണം ഇവിടെ ഒരു സമർപ്പിത ജീവന്റെ ആ സമർപ്പിതമായ ഗുരുവിൻ്റെ പുണ്യ ആ ശിഷ്യന്റെ ശരീരം, ഭൗതിക ശരീരം ഏറ്റുവാങ്ങിയ പുണ്യമായ മണ്ണാണ്. ഇവിടെ നിരവധി കെട്ടിടങ്ങൾ ഉണ്ടാകണം. ശിവലിംഗദാസ സ്വാമികളെ കുറിച്ച് പഠനങ്ങൾ നടത്തണം. ശിവലിംഗദാസ സ്വാമികളെ കുറിച്ച് ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുക്കണം. അതിന് നമ്മുടെ പൂർവികര് അതിനു വേണ്ടിയിട്ടാണ് ഇവിടെ സ്ഥാപിച്ചത്. ഒരു 3, 4, 5 പേരുടെ പ്രയത്നപരമായി ഇത്രയും ഏക്കർ കണക്കിന് സ്ഥലമുണ്ടായെങ്കിൽ, ഇത്രയും പുണ്യസങ്കേതമായി ഇത് മാറിയെങ്കിൽ അവർ കൊടുത്തിട്ടുള്ള പ്രകാശം നമ്മൾ കൂടുതൽ പ്രോജ്വലിപ്പിക്കേണ്ടിയിരിക്കുന്നു. അതിന് നമുക്ക് കൂടുതൽ ഉത്തരവാദിത്തങ്ങളുണ്ട്. നിങ്ങൾ നോക്കിക്കോളൂ, ഏകദേശം ഒരു 3-4 വർഷങ്ങൾക്കുള്ളിൽ ഇവിടം ലോക ഭൂപടത്തിൽ ഇടം പിടിക്കുന്ന തരത്തിൽ ഏറ്റവും പുണ്യമായ സങ്കേതമായി മാറും എന്നുള്ളതിന് ഒരു സംശയവുമില്ല. കാരണം സ്വാമി സമർപ്പിതനായിരുന്നു. ഒന്നിനു വേണ്ടിയല്ല ജീവിച്ചത്. ജാതിക്കും മതത്തിനും അപ്പുറമായി ജീവിക്കുമ്പോഴും ജാതി പേര് പറഞ്ഞ് കുറ്റപ്പെടുത്തുമ്പോഴും തൻ്റെ സ്വാമിയുടെ മുമ്പിൽ വന്ന് കണ്ണുനീർ വാർക്കുമ്പോഴും പറയും, അറിവില്ലാത്തവരോട് അനുകമ്പയായി പെരുമാറണം എന്ന് കൊച്ചുസ്വാമിയോട് പറയും.
അല്ലേ തൻ്റെ പ്രിയപ്പെട്ട കുഞ്ചിവനോട് പറയുമായിരുന്നു. അന്നും ഈ ലോകത്തിന് വേണ്ടി ജീവിച്ച ശിവലിംഗദാസ സ്വാമികൾ എല്ലാവരുമേ ശാന്തമായി എടുത്തിരുന്നു. കാരണം അത്രയ്ക്കും പരിപക്വതയായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ പറഞ്ഞു വന്നത് എല്ലാത്തിനെയും ഒന്നായി കണ്ട ഒരു പരമഗുരുവിൻ്റെ ശിഷ്യന് അതുപോലെ തന്നെ സങ്കല്പത്തിൽ ഉണ്ടായതാണ്. അതാണ് ആശാൻ പാടിയത് ശ്രീനാരായണ ഗുരുദേവനെ കുറിച്ച്. വിദ്വാൻ വിദ്വജ്ജനങ്ങൾക്ക് അലസലസരായോർക്കും അജ്ഞർക്കും അജ്ഞൻ, സദ്യോഗീന്ദ്രർക്ക് യോഗീശ്വരനത സകലജ്ഞാനിനാം ജ്ഞാനിവൈദ്യൻ, വൃദ്ധന്മാർക്കൊക്കെ വൃദ്ധൻ ബഹുവിലസിതമായി ഹന്തബാലർക്ക് ബാലൻ. സിദ്ധിച്ചല്ലോ എനിക്കിങ്ങനെ ഗുരുവിനെ എന്നൻപിൽ ഞാൻ കുമ്പിടുന്നേൻ. അതായത് സർവലോകാനുരൂപനെന്ന് ശിവലിംഗദാസ സ്വാമികൾ പറഞ്ഞ അതേ ആശയം തന്നെയാണ് കുമാരനാശാൻ എന്ന മഹാകവി ഗുരുവിനെ കുറിച്ച് പറഞ്ഞതും അതുതന്നെയാണ്. അതുകൊണ്ട് പറഞ്ഞത് നമിക്കുവിൻ സഹചരേ നിയതമേ ഗുരുപാദം, നമുക്കിതിൽ പരം ദൈവം നിനക്കിലുണ്ടോ. ഗുരുവര്യൻ ഇതുപോലെ ലഭിക്കുമോ ജഗത്തിന്, ഗുരുഭക്തി ഇല്ലാതാർക്കും കുശലമാമോ എന്ന് കുമാരനാശാൻ പാടിയതും അതുകൊണ്ട് തന്നെയാണ്. അതായത് കുലകോടീനാം ച താരകസ്തോത്ര ദർശനാം അധസ്ഥം സദ്ഗുരു ജ്ഞാത്വ ത്രികാലമഭിനന്ദയേ. ആയിരത്താണ്ടുകളായി അജ്ഞാനാന്ധകാരത്തിൽ വീണുപോയ കുലങ്ങളെയും കുലകോടികളെയും സമുദ്ധരിക്കുന്നതിന് ഒരു ഗുരുവിൻ്റെ കാരുണ്യം കൊണ്ട് സാധിക്കും എന്നുള്ളതാണ്. അത് തന്നെയായിരുന്നു ശിവലിംഗദാസ സ്വാമികളിലൂടെയും നടപ്പാക്കിയത്. അതായത് നിരവധിയായ സഭകൾ സ്ഥാപിച്ചുകൊണ്ട് നിരവധിയായ ആളുകളെ ജീവിതത്തിലേക്ക് കൈപിടിച്ചുയർത്തിക്കൊണ്ട് ഇപ്പൊ അപ്പുശാന്തിയൊക്കെ ഇവിടെ നിന്ന് ഉയർന്നു വന്നതാണ്. എത്രയോ സ്നേഹത്തോടു കൂടി ഒരു പുത്രനിർവിശേഷമായി വളർത്തിയെടുത്തു അപ്പുശാന്തികളെയൊക്കെ അല്ലെ. അപ്പൊ ഈ നാട്ടിലേക്ക് വന്ന ശിവലിംഗദാസ സ്വാമികൾ കരുണയുടെ മൂർത്തിമത് ഭാവമായിരുന്നു. ശുഭ്രവസ്ത്രധാരിയായിരുന്നു. ഞാൻ ഇന്ന് ഈ ചടങ്ങിലേക്ക് പോരുമ്പോൾ ഒരു വസ്ത്രവും എടുക്കാൻ തോന്നിയില്ല. പുണ്യപുരുഷനായ ആ മഹാഗുരുവിൻ്റെ സമീപത്തിലേക്ക് പോകുമ്പോൾ തിരഞ്ഞെടുത്ത വസ്ത്രവും അത് തന്നെയായതുകൊണ്ടാണ്. അതായത് ഹംസത്തെ പോലെ അരയന്നം ജീവിക്കുന്നത് സ്വർഗത്തിലാണ്. ആ സ്വർഗത്തിൽ ജീവിക്കുന്ന അരയന്നം സംശുദ്ധമാണ്. അതുപോലെ ആ പുഞ്ചിരി തന്നെ എല്ലാവരെയും തന്നിലേക്ക് ആകർഷിച്ചിരുന്നു. സംശുദ്ധമായ ജീവിത ദർശനമായിരുന്നു ശിവലിംഗദാസ സ്വാമികളെ. ആരാരൊക്കെ മുന്നിൽ വന്നോ അവരൊക്കെ ആ കുർബാനത്ത് അനുഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ശിവലിംഗദാസ സ്വാമികളുടെ സമാധി താങ്ങാനാവുന്നതിനും അപ്പുറമായിരുന്നു കുമാരനാശാന്. കാരണം അരുവിപ്പുറത്ത് അവർ ഒരുമിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട്. ചിന്നസ്വാമി എന്ന് കുമാരനാശാൻ അറിയപ്പെട്ടപ്പോൾ കൊച്ചുസ്വാമി എന്ന ശിവലിംഗദാസ സ്വാമികളെയും അറിയപ്പെട്ടിരുന്നു, നാട്ടുകാർ വിളിച്ചിരുന്നു. അപ്പോൾ സമാധി സഹിക്കാനാവാതെ കുമാരനാശാൻ ഒരു കൃതി എഴുതിയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും അല്ലേ? കേട്ടിട്ടുണ്ടോ ആ കൃതിയെ കുറിച്ച്? നിങ്ങൾ ഇവിടെ പ്രഭാഷണങ്ങൾ വർഷത്തോറും നടക്കുന്നത് കൊണ്ട് ആരെങ്കിലുമൊക്കെ പറഞ്ഞു പോയിട്ടുണ്ടാവും അല്ലേ? ഇനി നിങ്ങൾ നെറ്റിൽ സെർച്ച് ചെയ്തിട്ട് ആ കൃതി എടുക്കുക കേട്ടോ. പറന്നുപോയ ഹംസം. പറന്നുപോയ ഹംസം കുമാരനാശാൻ എഴുതിയതാണ്. അതായത് പൊടുന്നനെ ഭൂമി വെടിഞ്ഞി വണ്ണം നീ പറന്നുപോയല്ലോ പ്രിയമരാളമേ, അരിയൊരന്നമേ ഹൃദിചിരമെന്റെ ഹൃദയ പങ്കജസകനായി വാണനീ. പറന്നു പോകുന്നോരളവ് അപ്പൂവിൻ്റെ അടിനാളം കൂടി ഹരിച്ചുവെന്നതോ, അകമലർ കരിഞ്ഞെനിക്കു സംപ്രതി അഹ ലോകങ്ങളിലുള്ളാകുന്നല്ലോ. അതായത് അല്ലയോ രാജഹംസമേ, അങ്ങ് പറന്നു പോയപ്പോൾ എൻ്റെ മനസ്സും കൂടി പറിച്ചുകൊണ്ടാണല്ലോ പോയത്. എൻ്റെ മനസ്സിന്ന് എൻ്റെ ഉൾമനസ്സ് കരിഞ്ഞിട്ട് എനിക്ക് ലോകം ഇരുളാറുന്നതുപോലെ തോന്നുന്നു എന്ന് ശിവലിംഗദാസ സ്വാമികൾ പറയുന്നു.
സ്വാമികളെ കുറിച്ച് കുമാരനാശൻ പാടണമെങ്കിൽ ഗുരുവിനെ അനുഭവിച്ച ശിഷ്യഗണങ്ങൾ അല്ലെങ്കിൽ ഭക്തര് എത്രയോ വേദന അനുഭവിച്ചിട്ടുണ്ടാവും. ആലോചിച്ച് നോക്കും. അപ്പോൾ അത്രയും ആ ഒരു ദിവ്യ ചൈതന്യത്തിൻ്റെ ഉടമയായിരുന്നു ശിവലിംഗദാസ സ്വാമികൾ. അതായത് അരൂപുരം പ്രതിഷ്ഠ നടക്കുന്ന സമയത്ത് അതിന് മുൻപ് തന്നെ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ശ്രീനാരായണ ഗുരുദേവ ചരിത്രം പൂർണ്ണമാകണമെങ്കിൽ ശിവലിംഗദാസ സ്വാമികളെ പഠിക്കാതെ പൂർണ്ണമാവില്ല. നമ്മൾ ആരും ഗുരുവിന്റെ ശിഷ്യഗണങ്ങൾക്ക് വേണ്ടത്ര പ്രാധാന്യം കൊടുക്കുന്നില്ല. സ്വാമികൾ പറഞ്ഞു, എത്രയോ കൃതികൾ എഴുതി വെച്ച് 10-36 കൃതികൾ പ്രസിദ്ധങ്ങളായിട്ടുണ്ട്. പ്രസിദ്ധങ്ങളല്ലാത്തവ എത്ര എണ്ണമുണ്ട്, കണ്ടുകിട്ടാത്തവ. പ്രസിദ്ധീകരിച്ചവ തന്നെ കണ്ടുകിട്ടാത്തവയുണ്ട്. അതെല്ലാം പഠിക്കണം. ഈ പുണ്യ പ്രാർത്ഥനാലയത്തിൽ ഇരുന്നു കൊണ്ട് ശിവലിംഗദാസ സ്വാമികളുടെ കൃതികൾ നമ്മൾ ആലപിക്കണം. അങ്ങനെയൊക്കെയാണ് നമുക്ക് ഈ പുണ്യപുരുഷനോട് ആ കടം വീട്ടാനുള്ളത്. അപ്പോൾ അരുവിപ്പുറം പ്രതിഷ്ഠയ്ക്ക് മുമ്പ് ഗുരുവിന്റെ കൂടെ കൂടിയ ആ കുഞ്ഞു ബാലൻ ഗുരുവിൽ നിന്ന് കേൾക്കുന്നതിന് വേണ്ടി കുഞ്ഞൊരു പർണകുടീരത്തിൽ ഇങ്ങനെ ഇരിക്കും. ഗുരുവും ശിവലിംഗദാസ സ്വാമികളും ഭൈരവൻ ശാന്തി 2 പേരൊക്കെ ആയിരുന്നു സന്യാസി സംഘം. ഒരു കുഞ്ഞു കുടിൽ, അതായത് പുരുവാദിക്കൽ വേലായുധൻ വൈദ്യരും നാണി ആശാനും ഒക്കെ ശ്രോതാക്കളായിട്ട് ഇങ്ങനെ ഉണ്ടാവും. ആ പരമ്പരയുടെ സന്യാസി പരമ്പരയുടെ ആദ്യ രൂപം മുതലുള്ളതാ ശിവലിംഗദാസ സ്വാമികൾ. നമ്മൾ മറന്നു പോകാൻ പാടില്ല. സ്വാമികളെ സ്മരിച്ചുകൊണ്ട് വേണം നമ്മുടെ ഓരോ പ്രവർത്തനം ഇവിടെ ചെയ്യാൻ. കാരണം സ്വാമികളെ പെരുങ്ങോട്ടുകാരിലേക്കൊന്നും വിളിച്ചിട്ട് പോയില്ല. നമുക്കിവിടെ മതി, നിങ്ങൾക്കിവിടെ പ്രയോജനപ്പെടുത്താം എന്ന സ്വാമിയുടെ ഒരു വാക്കുണ്ട്. പിന്നെ ഗുരുസ്വാമിയുടെ ഒരു വാക്കുണ്ട്, ശിവലിംഗത്തെ പോലെയാണ്, ഒരിടത്ത് പ്രതിഷ്ഠിച്ചാൽ ഉറച്ചാൽ പിന്നെ ഇളകില്ല. ചൈതന്യം കിട്ടിയത് നമുക്കാണ്. ആ ഭൗതിക ശരീരത്തെ ഏറ്റുവാങ്ങിയത് നാമാണ്. അതല്ലേ നമ്മൾ ഇന്നിവിടെ ഈ പുണ്യസംഗീതത്തിൽ നമുക്ക് ഇരിക്കാൻ ഈ ക്ഷേത്ര ഭാരവാഹികളെ ഗുരുനിയത്ര തന്നെയാണ്. അവരുടെ ഉള്ളം കവിഞ്ഞ് ഇങ്ങനെ ഒരു ചിന്ത കടന്നുപോയത് കൊണ്ടാണല്ലോ നമുക്കിന്നിങ്ങനെ കൂട്ടം കൂടി ഇരിക്കാനായിട്ട് തോന്നിയത്. അപ്പോൾ അവരുടെ ചിന്തകളായി വന്നതും കൊടുത്തതും ഭഗവാനെ അങ്ങ് തന്നെയല്ലേ. അപ്പോൾ അങ്ങനെ അരുവിപ്പുറത്ത് ഇങ്ങനെ ആ പർണകുടീരത്തിൽ ഇരുന്നു കൊണ്ട് ഒരു സംസ്കൃതവും പിന്നെ അമരകോശവും കാവ്യനാടകങ്ങളൊക്കെ പഠിപ്പിക്കുമായിരുന്നു. പക്ഷെ ഓർക്കണം, കഷ്ടിച്ച് മലയാളം എഴുതാനും വായിക്കുവാനും മാത്രം അറിയാവുന്ന ആ ഒരു 12-15 ഇടയിൽ പ്രായമുള്ള ആ ഒരു കുഞ്ഞു ബാലകനെ ഗുരുവിൻ്റെ കയ്യിലേക്ക് കിട്ടിയപ്പോൾ ഗുരു എത്ര ശ്രേഷ്ഠമാക്കി എടുത്തു. എന്തിനാണെന്നറിയോ? ഈ ലോകത്തെ പരിപാലനം ചെയ്യുന്നതിന് വേണ്ടിയാണ്. ലോകർക്ക് അറിവ് പകർന്നു കൊടുക്കുന്നതിന് വേണ്ടി കേരളത്തിലെ ഏറ്റവും പ്രശസ്തനായ പണ്ഡിതൻ വെങ്കടേശ്വര ശാസ്ത്രികളുടെ അടുത്ത് തന്നെ 1.5 വർഷം പഠനത്തിനയച്ചു ശിവലിംഗദാസ സ്വാമികളെ. അങ്ങനെ ശാസ്ത്രങ്ങളെല്ലാം പഠിച്ചതിന് ശേഷം തൻ്റെ ഗുരുവിൻ്റെ സമീപത്തിലേക്ക് വീണ്ടും അരുവിപ്പുറത്തേക്ക് എത്തിച്ചേരുന്നുണ്ട്. അങ്ങനെ പഠിച്ചത് മുഴുവൻ താൻ തൻ്റെ ഉള്ളിലേക്ക് ആനുഭൂതികമായി അറിയുന്നുണ്ട് ശിവലിംഗദാസ സ്വാമികൾ. അപ്പോൾ ഇനി നമ്മൾ എത്തേണ്ടത് ശ്രീനാരായണ ഗുരുദേവന്റെ കൃതികളിലേക്കാണ്. അതായത് ശ്രീനാരായണ ഗുരുദേവ കൃതികൾ നമ്മുടെ മനുഷ്യ ജീവിതത്തിന് ദുഃഖങ്ങൾ തരണം ചെയ്യാനുള്ള സത്ത അതിലടങ്ങിയിരിക്കുന്നുണ്ട്. അത് ഉൾക്കൊണ്ട് തന്നെയാണ് ശിവലിംഗദാസ സ്വാമികൾ ഒരു സന്യാസി ശ്രേഷ്ഠനായി ഉയർന്നത്. അപ്പോൾ എവിടെ നിന്ന് ഗുരുവിൻ്റെ കൃതികൾ തുടങ്ങണമെന്ന് വെച്ചാൽ, ഞാനിവിടെ അമ്മമാരോട് പറഞ്ഞു, പ്രാർത്ഥിക്കുമ്പോൾ മറ്റ് ഗാനങ്ങൾ കൂടുതൽക്ക് പ്രാധാന്യം കൊടുക്കാതെ ശ്രീനാരായണ ഗുരുദേവനെയോ ശിവലിംഗദാസ സ്വാമികളുടെയോ കൃതികൾ എടുത്തു വെച്ചിട്ട് അത് ആദ്യകാലങ്ങളിൽ തെറ്റിക്കോളും. പിന്നെ നമ്മളെ അവർ വഴിയെ നോക്കി ചൊല്ലാൻ സാധിക്കും. കാരണം ഗുരുവിനോ ഗുരു പരമ്പരയ്ക്കോ നമ്മുടെ പുകഴ്ത്തൽ ആവശ്യമില്ല. അവർ നമ്മൾ പുകഴ്ത്തുന്ന ഗാനങ്ങൾ ആവശ്യമില്ല അവർക്ക്. കാരണം അവർ ഈ ലോകത്ത് പരമാത്മ സ്വരൂപരായവരാണ്. നമുക്ക് ആവശ്യം നമ്മളുടെ ജീവിതത്തിൻ്റെ സാക്ഷാത്കാരമാണ്. അതിനുതകുന്ന നമ്മുടെ ജീവിത ദുഃഖങ്ങൾക്ക് പരിഹാരം കാണാം. അതിന് നമ്മൾ ശ്രീനാരായണ ഗുരുദേവ കൃപാദങ്ങളുടെയും ശിവലിംഗദാസ സ്വാമികളുടെയും കൃതികളിലൂടെ സഞ്ചരിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഗുരുവിൻ്റെ കൃതികളിലെ ശരിക്കും ഗുരു പറയും, സത്യധർമ്മങ്ങൾ വെടിഞ്ഞ് ജീവിക്കുന്നത്. 1ാമത്തെ വാക്കാണ്. ജീവിക്കുമ്പോൾ എത്ര ക്ലേശങ്ങളിലൂടെ കടന്നു പോയാലും സത്യവും ധർമ്മവും വെടിഞ്ഞ് ജീവിക്കരുത്. ഒരു പറയും, ധർമ്മം ജയിക്കുന്നു
സത്യം ജയിക്കുന്നിങ്ങു സർവദാ, അധർമ്മവും ജയിക്കുന്നില്ല അസത്യവും ഒരിക്കലും. തൽക്കാലമൊക്കെ അസത്യപരമായി ജീവിക്കുന്നവർക്ക് ഞങ്ങൾ ജീവിതത്തിൽ ജയിച്ചു എന്നൊക്കെ തോന്നും. പക്ഷെ അതൊരിക്കലും ശാശ്വതമായ വിജയമല്ല. അതുകൊണ്ട് സത്യാധിഷ്ഠിതമായിരിക്കണം ഒരുവന്റെ ജീവിതം എന്ന് ഗുരു നമ്മെ പഠിപ്പിക്കുകയാണ്. അതിനുശേഷം ഗുരു പറയുക, ഒന്നുണ്ടു നേരല്ലിതൊന്നും മധ്യർക്ക്, സത്യവും ധർമ്മവും വേണം, ആയുസ്സും നിൽക്കുകയില്ലാർക്കും ഓർക്കുക. എപ്പോഴെങ്കിലും ചിന്തിക്കാറുണ്ടോ നമ്മളുടെ ആയുസ് എത്രയാണ്, നമ്മൾ എത്ര കാലം ഈ ലോകത്ത് ജീവിക്കും, എന്തിനു വേണ്ടി നമ്മൾ ഈ ലോകത്ത് ജീവിക്കുന്നു? നമ്മൾ ചിന്തിക്കാറില്ല. ഞാൻ ആദ്യം പറഞ്ഞതിലേക്ക് തന്നെ വരികയാണ്. കാരണം അനുനിമിഷം ചലിച്ചു പരിണമിക്കുന്ന ഒരു ശരീരത്തിന് ഉടമയാണ് നമ്മൾ. അനുനിമിഷം, അതായത് മറ്റൊരു നടന്നുകൊണ്ടേയിരിക്കുക. നമ്മളിപ്പോൾ എപ്പോഴും പറയാനുള്ള ഒരു കാര്യമാണ്, പുറത്തേക്ക് നിശ്വസിക്കുന്ന ആ വായു ഉള്ളിലേക്ക് എടുക്കാൻ നമുക്ക് സാധിക്കുമോ എന്ന് പോലും ഒരു നിശ്ചയമില്ലാത്ത മനുഷ്യനാണ് ഈ ലോക ജീവിതത്തിൽ. എല്ലാവരെയും നന്നാക്കാൻ നമ്മൾ ഓടി നടക്കുകയാണ്. ആലോചിച്ച് നോക്കൂ, നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്നൊന്നും നമുക്കറിയില്ല. പക്ഷെ നമ്മൾ ജീവിക്കുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ നമ്മുടെ മക്കളെ പരിപാലിക്കാനാണ്, കുടുംബം പരിപാലിക്കാനാണ്, സമൂഹം പരിപാലിക്കാനാണെന്ന് പറയുന്നത്. പക്ഷേ ആത്യന്തികമായി നമ്മൾ നമ്മളെ തന്നെയാണ് രക്ഷപ്പെടുത്തേണ്ടത്. എല്ലാവരും ഈശ്വരൻ്റെ കയ്യിലെ ആ ഒരു ഗുരുക്കളാണ്. അവരെ ഈശ്വരൻ തന്നെയാണ് സംരക്ഷിക്കേണ്ടത്. ആത്യന്തികമായി നീ നിന്റെ ജീവിതത്തിൻ്റെ സംതൃപ്തിയിലെത്തുക. ഇപ്പം ഞാൻ എൻ്റെ മുന്നിലിരിക്കുന്ന മോഹനേട്ടനെ പറയുമ്പോൾ ഞാൻ ഓർക്കുക, ഗുരുവിൻ്റെ പാദങ്ങൾ പതിഞ്ഞ, ഗുരുവിൻ്റെ ദർശനം ഏറ്റവും കൂടുതൽ ആഴത്തിൽ പതിഞ്ഞ മണ്ണാണ് തൃശ്ശൂർ മുതൽ അങ്ങോട്ട് ഈ നിൽക്കുന്ന മണ്ണ് വരെയുള്ള സ്ഥലം. പക്ഷേ ഗുരുവിനെ കുറിച്ചുള്ള പഠനങ്ങൾ കൂടുതൽ നടക്കാത്തതും ഗുരുവിനെ കൂടുതൽ അറിയാത്തതും ഈ ഭാഗത്താണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോൾ ഇവരെയൊക്കെ പോലെയുള്ള കൃപാലുക്കളായ ആളുകൾ ഒത്തിരി 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 പ്രയത്നങ്ങൾ അതിനു വേണ്ടി ചെയ്യുന്നുണ്ടല്ലോ എന്ന് ഓർക്കുമ്പോൾ ഇപ്പോഴും ആ ധന്യാത്മാവിനെ ഇവിടെ നിന്ന് നേരെ ഇതിൻ്റെ അടുത്തൊരു മീറ്റിങ്ങിലേക്കാണ് പോകാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ അറിയേണ്ടത് ഓരോ മനുഷ്യരിലും ഇങ്ങനെ കൃപയുടെയും കാരുണ്യത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും ഒക്കെ വിത്തുകൾ വിധിച്ചുകൊണ്ട് അവരെ ഇങ്ങനെ നടത്തിക്കുമ്പോൾ അതും ഒരു ഈശ്വര കാരുണ്യം തന്നെയാണ്. അപ്പോൾ നമ്മൾ ഈ ഓട്ടം എന്തിനാണ് ഓർക്കുക? കുറച്ചൊക്കെ നമ്മൾ ഉൾവലിയുക, കുറച്ചൊക്കെ നമ്മൾ സത്യം പറഞ്ഞ് ജീവിക്കുക. നമ്മൾ ജീവിക്കുന്നത് ഈ ലോക ജീവിതത്തിൽ സത്യം പറഞ്ഞ് നമ്മുടെ ജീവിതത്തിൻ്റെ ദുഃഖങ്ങൾക്ക് ശമനം ഉണ്ടാക്കുന്നതിന് വേണ്ടി തന്നെയാണ്. കാരണം ഈ ശരീരം എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ ശീര്യതേ അനേന ഇതീനാണ്, നശിക്കുന്നത്, ക്ഷയിക്കുന്നത്, മരണം എന്ന ശരീരത്തിൻ്റെ അർത്ഥം. പക്ഷെ നമ്മൾ ഈ ശരീരത്തെ എത്രയോ മനോഹരമാക്കി വയ്ക്കാമോ അത്രയും മനോഹരമാക്കുന്നു. നമ്മൾ ഈ ഭൗതിക ജീവിതത്തിൽ എന്ത് നേടുന്നോ അതെല്ലാം ഈ ശരീരത്തിന് വേണ്ടിയാണ്. നല്ല കാറ് വാങ്ങുന്നത് ഈ ശരീരത്തെ കെട്ടിയിരുത്തി യാത്ര ചെയ്യുവാനാണ്. ആത്മാവിന് ഇതൊന്നും ആവശ്യമില്ല, അല്ലേ? നല്ല ആഹാരം കഴിക്കുന്നത്, നല്ല ബ്രാൻഡഡ് ഡ്രസ്സ് ധരിക്കുന്നത്, ബ്രാൻഡഡ് ആഭരണങ്ങൾ ധരിക്കുന്നത്, ഇപ്പം ബ്രാൻഡഡിൻ്റെ കാലമാണല്ലോ. ഇതൊക്കെ ഈ ശരീരത്തിന് വേണ്ടി മാത്രമാണ്. അത് നശ്വരമാണ്, അത് നശിച്ചു പോകാനുള്ളതാണ്. പക്ഷേ ആ ശരീരത്തിനെ ചൈതന്യവത്താക്കി വെക്കുന്ന ഒരു ആത്മസ്വരൂപം അതിനുള്ളിൽ ഉണ്ടെന്ന് ആരെങ്കിലും ഒന്ന് അന്വേഷിച്ചിട്ടുണ്ടോ? ഒരു പറയാ, കരുവിനെ കണ്ണുകളച്ചു മുള്ളടക്കി തെരുതരെ വീണു മടങ്ങി ഓതണം എന്നൊക്കെ നമ്മളോട് പറയാമല്ലോ. പക്ഷെ നമ്മളെന്താ? ഉണരണം, ഇന്ന് ഉറങ്ങണം, ഭുജിച്ചീരണം, അശനം ഉണരേണം എന്നിവണ്ണം അണയും അനേക വികല്പമാകയാൽ ആര് ഉണരുവതുള്ളൊരു നിർവികാര രൂപം. രാവിലെ അലാറം കേൾക്കുമ്പോൾ തന്നെ ഒയ്യോ സമയം പോയി, ചാടി എഴുന്നേക്കുക. ദേശം വന്നു, കാലം വന്നു, ഓട്ടമാണ്, ഓട്ടത്തോടോട്ടാണ് നമ്മൾ. ആലോചിച്ച് നോക്കൂ, ഒരേ അവസ്ഥ. ഉണരണം, ഉറങ്ങണം, ഭുജിക്കണം, പുണരണം, അല്ലെ? ഇങ്ങനെ കഴിഞ്ഞ ആയുസ്സും ചത്തുപോകുന്നു പാവം ശിവശിവ. അവസാനം ഭാഗവതം പറയുന്ന പോലെ മരണക്കിടക്കയിൽ കിടക്കുമ്പോൾ ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സ്വത്ത് ആര് കൊണ്ടുപോകുന്നു ഓർത്തായിരിക്കും. പക്ഷെ ഇല്ല, ഞാൻ സമ്പാദിച്ച് വെച്ചതൊക്കെ ഇവർ നശിപ്പിച്ചു കളയോ, എൻ്റെ മക്കളിൽ നേരാവണ്ണം നോക്കിയെടുക്കുമോ, അല്ലെങ്കിൽ ഇവർ എന്നെ നോക്കുമോ? ഈ സ്വത്ത് ബാക്കിയിൽ ആരെടുക്കും? ദൈവമേ, ഒരു ജന്മം പണിയെടുത്ത പൈസയാണല്ലോ. ഏത് പൈസ
ഓർത്ത് ദുഃഖിച്ചുകൊണ്ട് ഈ ജന്മം നമ്മൾ കടന്നു പോകും. കഷ്ടം തന്നെ. ആലോചിച്ച് നോക്കൂ, ഇതാണ് ഈ ലോകത്ത് മനുഷ്യന്റെ ജീവിതം. ഭാഗവതമൊക്കെ എത്ര ഭക്തിയായിട്ട് നമ്മളോട് പറഞ്ഞു തന്നു. നമ്മൾ ഭാഗവതമൊക്കെ കേൾക്കും, അന്നദാനമൊക്കെ കഴിക്കും, തിരിച്ചു പോരും, അല്ലേ? എന്നിട്ട് ഭഗവാൻ എന്താണ് പറയണത് എന്ന് ഇത്തിരി സമയം ഇരുന്ന് ശ്രദ്ധയോടെ കേട്ട് അതൊന്ന് ഉള്ളിലേക്ക് എടുത്ത് എൻ്റെ ജീവിതം എന്താണെന്നൊക്കെ ചിന്തിച്ച് അവനവൻ്റെ ജീവിതത്തിന് കഴിയുന്നിടത്തോളം കാലം മറ്റുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ സാധിക്കുമെങ്കിൽ അത് ചെയ്ത് കഴിഞ്ഞു പോകാൻ ഇടം കിട്ടുകയാണെങ്കിൽ അത് തന്നെയാണ് ഏറ്റവും വലിയ ശ്രേഷ്ഠമായിരിക്കുന്നത്, അല്ലേ? അല്ലാതെ നമുക്കിവിടെ ഒന്നുമില്ല. മക്കൾക്ക് നേടാൻ വേണ്ടി നമ്മൾ ഓടണ്ട. ഇപ്പം ഞാൻ ശിവലിംഗദാസ സ്വാമികളുടെ ഒരു നിർദ്ദേശം, അതായത് ആജ്ഞ, അപേക്ഷ പ്രകാരം ഗുരു രചിച്ച ശിവപ്രസാദ പഞ്ചമൊക്കെ നമ്മളിവിടെ ചൊല്ലുന്നത് കേട്ടു, അല്ലേ? അതിലൂടെയൊക്കെ നമുക്കൊന്ന് കടന്നു പോകാം. അപ്പോൾ പറഞ്ഞു വന്നത്, അരുവിപ്പുറം പ്രതിഷ്ഠയ്ക്ക് ശേഷം ശിവലിംഗദാസ സ്വാമികൾ ഗുരുവിനോട് അപേക്ഷിച്ചു, ഭഗവാനെ ശിവനെ, കാരണം നല്ല ശിവഭക്തനാണ് ശിവലിംഗദാസ സ്വാമികൾ. തൻ്റെ ഉപാസനാമൂർത്തിയായ ശിവഭഗവാൻ തന്നെയാണ് ഗുരുവായി തൻ്റെ മുന്നിലെത്തി തന്നെ നയിക്കുന്നത് എന്ന് ഉള്ളാലെ സമർപ്പിച്ചുകൊണ്ടാണ് ശിവലിംഗദാസ സ്വാമികൾ ജീവിക്കുന്നത്. അതുകൊണ്ടാണ് പറയുന്നത്, ഗുരുരേവ ശിവസ്വയം ശിവയേവ ഗുരു സാക്ഷാൽ ഗുരുരേവ ശിവസ്വയം ഉഭയോരന്തരം കിഞ്ചിത് ന ദ്രഷ്ടവ്യം മുമുക്ഷുഭിഃ എന്ന് പറയുന്നത്. അതായത് ശിവൻ തന്നെയാണ് ഗുരു, ഗുരു തന്നെയാണ് ശിവൻ. ഇവർക്ക് തമ്മിൽ ഒരു വ്യത്യാസമില്ല. നമുക്ക് സംശയം വരും, നമുക്ക് ഈ ഗുരുവിനെ തൊഴണോ ആ ശിവനെ തൊഴണോ? രണ്ടും ഒന്ന് തന്നെ. അതാണ് പതഞ്ജലിയുടെ പ്രശസ്തമായ ഒരു എന്താ പറയുക, വ്യാകരണ മഹാകാവ്യത്തിൽ പതഞ്ജലി പറയുക, ഗുരോഹോ സ്ഥാനേ ശിഷ്യാഹ ചെയ്ത് അഗ്രാസനാനി യച്ചേയുഹു. അതായത് ഗുരുവിന്റെ സ്ഥാനത്ത് ഇപ്പോൾ നമ്മളുടെ മുന്നിൽ നിൽക്കുന്ന ശിവലിംഗദാസ സ്വാമികളാണ്. ആ ഗുരുവിന്റെ സ്ഥാനത്ത് ശിഷ്യനാണ് നിൽക്കുന്നതെങ്കിൽ ഗുരുവിനേക്കാൾ വലിയ സ്ഥാനം ആ ശിഷ്യന് കൊടുക്കണമെന്ന് പതഞ്ജലി വ്യാകരണ മഹാഭാഷ്യത്തിൽ പറയുക. അതുകൊണ്ട് ശിവന്റെ മുന്നിൽ ഗുരു നിൽക്കുകയാണെങ്കിൽ ശിവനേക്കാൾ വലിയ സ്ഥാനം ഗുരുവിന് തന്നെയാണ് കൊടുക്കേണ്ടത്. അപ്പോൾ വിശ്വനാഥനെ തൊഴുന്നതിന് മുമ്പ് തൊഴേണ്ടത് ഈ വിശ്വനാഥനെയാണ്. രണ്ടും തമ്മിൽ വ്യത്യാസമില്ല, സംശയം വേണ്ട. ശിവസ്വരൂപം തന്നെയാണ് ഗുരു, ഗുരുസ്വരൂപം തന്നെയാണ് ശിവനും. അപ്പോൾ സമർപ്പിത ചിത്തരായിക്കൊണ്ട് വേണം രണ്ടിനെയും തൊഴാൻ. രണ്ടും ഒന്ന് എന്ന് നമ്മൾ അറിയണം. അപ്പോൾ ശിവലിംഗദാസ സ്വാമികളുടെ അപേക്ഷ പ്രകാരം ശിവപ്രസാദ പഞ്ചകം എന്ന കൃതി ഗുരു രചിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മുടെ അമ്മമാരും വളരെ മനോഹരമായി അത് പ്രാർത്ഥനാ ഗ്രൂപ്പിൽ ആലപിച്ചു. അതൊരു 4 പേര് പറയാം, അല്ലേ? പൊരുളൻ ചൊല്ലുകയെ തിരളെന്നുമിതൊക്കെ അനർത്ഥകരം കരളീന്നുകളഞ്ഞുകരും കടലിൽ പുരളാതെ പൊതിഞ്ഞു പിടിപ്പരുളി. അവിടെ ഇപ്പോൾ ഇവിടെ ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ ചേട്ടനും ചേച്ചിക്കൊന്നും ചിന്തയുണ്ടാവില്ല. കാരണം ഇനിയിപ്പോൾ ചേട്ടൻ നേരത്തെ അടുത്ത മീറ്റിങ്ങിലേക്ക് എപ്പോൾ പോവാം, ഇതിൻ്റെ പൂർണ്ണതയായിട്ട് ലിങ്ക് തരാം, യൂട്യൂബിലേക്ക് അപ്ലോഡ് ചെയ്ത് കിട്ടും എന്നൊക്കെയുള്ള ഉറപ്പിലായിരിക്കുന്നു. പക്ഷെ എന്നാലും ചിലപ്പോൾ ഇരുന്ന് പോകാൻ സാധ്യതയില്ല. അപ്പോൾ ഇവിടെ പറയുകയാണ്, ഞാൻ പറഞ്ഞു വന്നത്, ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെയും ഉള്ളിൽ ഇനി ചെന്നിട്ട് എൻ്റെ വീട്ടിലേക്ക് ഉച്ചക്കത്തേക്ക് എന്താ കറി, വൈകുന്നേരത്തേക്ക് എന്താ കറി, എൻ്റെ കുഞ്ഞ് ക്ലാസ് വിട്ട് എപ്പോഴാണ് വരിക, ട്യൂഷൻ കഴിഞ്ഞ് എപ്പോഴാണ് വരിക, ഈ ഒരു നിരവധിയായ ചിന്തകൾ കൊണ്ട് ഇരിക്കുമ്പോൾ ഇരിക്കുന്ന സ്ഥലത്ത് ഇരിക്കുന്നത് സ്വസ്ഥമായിരിക്കാൻ നമുക്കൊരിക്കലും സാധ്യമല്ല. ഇപ്പോൾ ഇരിക്കുമ്പോൾ നമുക്ക് ശാന്തിയും സുഖമുണ്ടോ? അതാണ് നമ്മുടെ സുഖം. തൊട്ടടുത്ത നിമിഷത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണ്ട, കാരണം ആ നിമിഷം നമ്മുടെ മുന്നിൽ ഇല്ല. അത് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത് ഭഗവാനാണ്. ഇപ്പൊ നമുക്ക് സുഖാണോ? സുഖാണ്. ഇത് നാളെ അല്ലെങ്കിൽ എനിക്ക് 80 വയസ്സാകുമ്പോൾ എന്നെ ആരെ നോക്കും? എന്തിനെ ചിന്തിക്കുന്നത് അങ്ങനെ? അതായത് നമ്മളുടെയൊക്കെ തലം എന്താണെന്ന് പറഞ്ഞു തരിക. പൊരുള്, സമ്പത്ത്, ഉടമ്പ്, ശരീരം,